ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുത്തൻ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അത് മറ്റെങ്ങോട്ടല്ല, സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ്. അതേസമയം നമ്മുടെ രവി ആണെങ്കിൽ ചന്ദ്രയെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. 1000 പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞു തീർക്കുകയാണ് വേണ്ടത്, അല്ലാതെ അടിക്കല്ല. അത് ചെയ്തത് തീരെ ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയും, അവള് കള്ളത്തരം ചെയ്തതും പോരാ, അത് കണ്ട് മിണ്ടാതെ ഇരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന്. അപ്പോഴായിരിക്കും കേട്ടോ നമ്മുടെ ശ്രുതി ഓടി വന്നിട്ട് പറയുന്നത്, അച്ഛാ ശ്രുതി പോയി എന്ന്. അവൾ എവിടുന്നും വളരെ വിഷമത്തിലാണ് പോയത്, നീ വേണമായിരുന്നു അവളെ സമാധാനിപ്പിച്ച് നിർത്താന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ. അതേസമയം നമ്മുടെ ചന്ദ്ര പറയും, അവളെ തിരിച്ചിങ്ങോട്ട് തന്നെ വരും, അങ്ങനെ പോവുകയാണെങ്കിൽ പെട്ടിയും തൂക്കിയിട്ടായിരിക്കും പോവുക, അങ്ങനെയൊന്നും എടുത്തിട്ടല്ലല്ലോ അവൾ പോയത്, അതുകൊണ്ട് തിരിച്ചു വരും, നീ അവളെ പോയിട്ട് കൂട്ടി കൊണ്ടുവരാനൊന്നും പോണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ രവി പറയും, ചന്ദ്ര ഇത് നല്ലതിനല്ല കേട്ടോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി അമ്മയുടെ മടിയിൽ കയറുന്ന ഭയങ്കര കരച്ചിലാണ് കേട്ടോ. എന്നിട്ട് പറയും, അമ്മയെ അവിടെ ഉള്ളവരെല്ലാരും കൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്ന്. പിറ്റേ ദിവസം നമ്മുടെ ശ്രുതിയോട് ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയാണ് അവൾ ഈ കള്ളക്കളി ചെയ്തത് എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രുതി തിരിച്ചു വന്നിട്ട് ആൻറ്റി എന്ന് വിളിക്കുന്ന ഒരു പ്രൊമോ ആണ് ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്.